ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ അവസാന ഭാഗത്തുള്ള ചില ഗ്രാമർ ഭാഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വുഡ്, അതിൻ്റെ യൂസേജുകൾ, അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള വുഡിൻ്റെ എക്സാമ്പിളുകൾ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഒരുപാട് ആക്ടിവിറ്റികൾ ഈ യൂണിറ്റിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീരെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിലുള്ളത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. In the memoir, The Toilet, the narrator speaks about her routine in the past. അപ്പോൾ ഈ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഈ ഒരു കഥയിൽ എം ലോപ്പെ തൻ്റെ ദിനചര്യകൾ, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കാലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, I would go to the public toilet in the park. For some reason, it was never locked. So I would go in and sit on the toilet seat to read some magazine or other until the right time to catch the bus. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡ് എന്ന വാക്ക് ഇവിടെ രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലത്തെ നമ്മൾ ചെയ്ത ചില പ്രവർത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈസ് ദിസ് ദ ഓൺലി പർപ്പസ് ഫോർ വിച്ച് വുഡ് ക്യാൻ ബി യൂസ്ഡ്? അപ്പോൾ വുഡ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി, അതായത് കഴിഞ്ഞ കാലത്തെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനുവേണ്ടി മാത്രമല്ല, വേറെ ചില ഉപയോഗങ്ങളും വുഡിനുണ്ട് എന്നുള്ളത്. റീവിസിറ്റ് ദ ടെക്സ്റ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് ഇൻ വിച്ച് വുഡ് ഈസ് യൂസ്ഡ്. ഓൾസോ ട്രൈ ടു ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ ഓഫ് വുഡ് ഇൻ ഈച്ച് സെൻറ്റൻസ് ഓർ സിറ്റുവേഷൻ. അപ്പോൾ നമ്മളോട് വീണ്ടും ഈ ടെക്സ്റ്റ് വായിച്ചു നോക്കിയിട്ട് അതിൽ എവിടെയൊക്കെയാണ് വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്, അവിടെ വുഡിൻ്റെ ഫംഗ്ഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പല ഭാഗത്തായിട്ട് നമുക്ക് വുഡ് എന്നുള്ളത് കാണാം. ഐ വുഡ് ഗോ ടു ദ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. ഇതിൽ പറയുന്ന വുഡ് ചേർത്തിട്ടുള്ള സെൻറ്റൻസുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് ആണ്. അപ്പോൾ പണ്ട് ഇങ്ങനെ ഒക്കെ എല്ലാ ദിവസവും ചെയ്യാറുണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ. രണ്ടാമത്തതിൽ ഐ വുഡ് വെയിറ്റ് ദർ റീഡിങ് ഓർ ജസ്റ്റ്. ഇവിടെയും നമുക്കറിയാം ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനാണ്. മൂന്നാമത്തത് ഇതുപോലെ തന്നെ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനാണ്. ഇനി അതുപോലെ തന്നെ വേറെയും എക്സാമ്പിളുകൾ നമുക്ക് കാണാം. വേറൊരു ഉദാഹരണം നോക്കാം. നാലാമത്തത്, ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഡേ ഡ്രീമിങ് ടു. മെനി ടൈംസ് ഇമാജിനിങ് മൈസെൽഫ് ഇൻ സം ബിഗ് ഹാൾ doing a really popular play with other young actors. I would sit there dreaming. ഇവിടെയും പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്, എല്ലാ ദിവസവും പണ്ട് ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അഞ്ചാമത്തെ ഉദാഹരണം നോക്കുക. Then I noticed that the door had been painted and that a new window pane had replaced the old broken one. I smiled to myself as I reached the door. Before long, I was sitting on that toilet seat writing a poem. Many more mornings saw me sitting there writing. Sometimes it did not need to be a poem. I wrote anything that came to my head in the same way I would have done if I had had a friend to talk to. ഇവിടെ ഐ വുഡ് ഹാവ് ഡൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. അതായത് ഞാൻ അങ്ങനെ ചെയ്തേന്, ഇന്ന സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തേന് എന്നുള്ള രീതിയിലുള്ള ഒരു വേറെ വ്യത്യസ്തമായ വുഡിൻ്റെ ഒരു യൂസേജാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. The narrator is comparing her writing activities to what she would have done if she had a friend to talk to. അതായത് ഒരു ഫ്രണ്ട് തനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ഭാവനയിൽ നമ്മൾ കാണുന്ന, പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു യൂസേജാണ്. ഇത് നമ്മൾ പറയുന്ന ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള വുഡിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടി, രണ്ട് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഇൻ ദി പാസ്റ്റ്.
അപ്പോൾ ഈ വുഡിൻ്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത്, അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത്, ആക്ഷൻസ് ദാറ്റ് വർ റെഗുലർലി പെർഫോംഡ് ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്ത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് യൂസ്ഡ് ടു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്, വുഡ് ഈസ് ഓൾസോ യൂസ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് ദാറ്റ് ദ നറേറ്റർ മൈറ്റ് ഹാവ് ഡൺ ഇൻ ഹൈപ്പോത്തറ്റിക്കൽ പാസ്റ്റ് സിറ്റുവേഷൻ. പാസ്റ്റ് സിറ്റുവേഷനിൽ ചെയ്തേക്കാമായിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവിടെ ഭാവന ഉപയോഗിച്ചിട്ട് പറയുകയാണ്. By understanding these different functions, we can see that wood is versatile and can convey habitual action as well as hypothetical or imagined scenario. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വുഡിൻ്റെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, പണ്ട് കാലത്ത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി വുഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ പണ്ട് കാലത്ത് സംഭവിച്ചേക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമുക്ക് വുഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഐ ഷാൾ ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. ഐ വുഡ് ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് ഐ ഷാൾ ഗോ ടു പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഇൻറ്റൻഷൻ ഓർ പ്ലാൻ, അതായത് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ രണ്ടാമത്തത് ഐ വുഡ് ഗോ ടു പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, റെഗുലർ റിപ്പീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻസ് എന്നാണ്, പണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി ഇവിടെ ദ യൂസ് ഓഫ് വുഡ്, ഈ വുഡിൻ്റെ പലതരത്തിലുള്ള യൂസേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കൂടാതെ നമുക്ക് മറ്റു ചില കാര്യങ്ങൾക്കും വുഡ് ഉപയോഗിക്കാം. ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പല പല യൂസേജുകളുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും നോക്കാം. ഇഫ് ഐ ഗോട്ട് എ ചാൻസ് ഐ വുഡ് ട്രാവൽ ദ ഹോൾ വേൾഡ്. എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനാണ്, ഒരു ഇഫ് ക്ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ക്ലോസിലെ രണ്ടാമത്തെ ടൈപ്പ് 2 ഇഫ് ക്ലോസ് ആണ്. ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വാട്ട് ദ സ്പീക്കർ വുഡ് ഡു ഇഫ് ദേ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി. ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഒരു റിക്വസ്റ്റ് ആണ്, വുഡ് ചേർത്തുകൊണ്ട് ഒരു റിക്വസ്റ്റ് നമ്മൾ പറയും. വുഡ് യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ. അപ്പോൾ ഇവിടെ ഒരു പൊളൈറ്റ്, വളരെ വിനയത്തോടെയുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ, വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഇൻ ദ പാർക്ക് എവറി ഈവനിങ്. ഇനി ദ വെദർ ഫോർകാസ്റ്റ് സെഡ് ഇറ്റ് വുഡ് ബി സണ്ണി ടുഡേ. അപ്പോൾ അവിടെ ഒരു പ്രഡിക്ഷൻ, അതായത് നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ട് ഒരു കാര്യം പ്രവചിക്കുകയാണ്. ദ വെദർ ഫോർകാസ്റ്റ് സെഡ് ഇറ്റ് വുഡ് ബി സണ്ണി ടുഡേ. ജോൺ സെഡ് ഹി വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് വിത്ത് ദ മാത്സ് ലെസൺസ്. അപ്പോൾ ഇവിടെ ഒരാളുടെ ഒരു കാര്യം ചെയ്യാനുള്ള അയാൾ റെഡിയാണെന്ന് പറയുന്ന വില്ലിങ്നെസ്സിന് കാണിക്കാനും നമുക്ക് വുഡ് ഉപയോഗിക്കാം. അതാണ് ഇവിടെ അഞ്ചാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഐഡൻറ്റിഫൈയിങ് ഫങ്ഷൻസ് ഓഫ് വുഡ്. ഡയറക്റ്റ് സ്പീച്ചിൽ മാഡം സെഡ് ടു മീ ഐ വിൽ ഇൻഫോം യുവർ സിസ്റ്റർ അബൌട്ട് യുവർ വിസിറ്റ്. അതുപോലെ തന്നെ ഡയറക്റ്റ് സ്പീച്ചിലെ നമ്മൾ ചില സെൻറ്റൻസുകൾ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ, വിൽ ചേർത്ത് വരുന്ന സെൻറ്റൻസുകൾ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ അവിടെയും നമ്മൾ വുഡ് ഉപയോഗിക്കുന്നു. Madam said to me, Madam told me that she would inform my sister about my visit. Here, would is used to transform direct speech into indirect speech. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിനെ, ഒരാൾ പറഞ്ഞ കാര്യത്തെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വില്ലിനെ നമ്മൾ വുഡ് എന്നാക്കി മാറ്റി അങ്ങനെ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ട് വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് മിസ്റ്റർ ഗാന്ധി ആസ്ക്ഡ് ചാർലി ചാപ്ലിൻ. ഹിയർ വുഡ് ഈസ് യൂസ് ടു മേക്ക് എ പൊളൈറ്റ് റിക്വസ്റ്റ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് വുഡ് യു പ്ലീസ് റീച്ച് അവർ ഓഫീസ് ബൈ 8:30 in the morning. ഹിയർ വുഡ് ഈസ് യൂസ് ടു മേക്ക് പൊളൈറ്റ് റിക്വസ്റ്റ്. അപ്പോൾ ഇവിടെ റിക്വസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. എവറി മോർണിംഗ് ഐ വുഡ് ഗോ ടു ദ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക് ഫോർ സം പ്രൈവസി ടു റീഡ്. ഇവിടെ ഹാബിച്വൽ ആക്ഷൻസ് ആണ്. I felt that Madam would be annoyed if she came to know that I stayed with my sister without her permission. Here would is used to express prediction. അല്ലെങ്കിൽ ഇവിടെ ഒരു നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്, ഇവിടെ ഒരു പ്രഡിക്ഷനാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിക്കുന്നു, പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, ഹാബിച്വൽ ആക്ഷൻസിന് ഉപയോഗിക്കുന്നു, പ്രഡിക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക.
അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റിയാണ്. വുഡ് ചേർത്ത് നമ്മളിതിനെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തത് ഒരു കണ്ടീഷനിലായിരിക്കണം, രണ്ടാമത്തത് പൊളൈറ്റ് റിക്വസ്റ്റ്, മൂന്നാമത്തത് ഹാബിച്വൽ ആക്ഷൻ, നാലാമത്തത് പ്രഡിക്ഷൻ, അഞ്ചാമത്തത് വില്ലിങ്നെസ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഈ രീതിയിൽ എഴുതുക. If I had more time, I would travel the world and explore new cultures. Would you please help me with my luggage? She asked him. Polite request ആണ്. When I was in school, I would play football every afternoon with my friends. Habitual action in the past. The teacher expected that the students would complete their assignment on time. അപ്പോൾ അത് prediction ആണ്. Our neighbor offered that he would water our plants while we were on vacation. Willingness. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ജസ് ആൻഡ് സാറ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. ജസ്, ഹേയ് സാറ, ഡു യു റിമെമ്പർ വെൻ വി വർ കിഡ്സ് വി വുഡ് പ്ലേ ഇൻ ദ പാർക്ക് എവറി ഈവനിങ്? ഓ, ദോസ് വെർ സച്ച് ഫൺ ടൈംസ്. ജസ്, വുഡ് യു മൈൻഡ് പാസിംഗ് മീ ദ ടവൽ പ്ലീസ്? Not at all. Here you go. By the way, if you ever need help with your project, I would be happy to assist. Thanks, Jess. You have always so helpful. If I had more free time, I would join you on the trip next month. That would be great. The weather forecast said it would be sunny and pleasant. ഈ രീതിയിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. അനാലിസിസ് ഓഫ് സെൻറ്റൻസസ് ഫ്രം ഡ്രീംസ് റിയലൈസ്ഡ്. അപ്പോൾ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന പാഠത്തിലെ 2 സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 2 സെൻറ്റൻസുകളുണ്ട്, അത് നമുക്ക് നോക്കാം. ചാപ്ലിൻ ഹാഡ് എവിഡൻ്റ്ലി ഹേർഡ് ഓഫ് ഗാന്ധിജി സ്പിന്നിങ് വീൽ ആൻഡ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹി ആസ്ക്ഡ് വാസ് വൈ ഗാന്ധിജി വാസ് എഗെയിൻസ്റ്റ് മെഷീനറി. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ചാപ്ലിൻ ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ചാപ്ലിൻ ഗാന്ധിജിയോട് ഒരു കാര്യം ചോദിച്ചു. ഇത് രണ്ടും പാസ്റ്റിലെ ആക്ഷൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇതിൽ ആദ്യം നടന്ന കാര്യം ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത് നടന്ന കാര്യം. അപ്പോൾ ആദ്യം നടന്ന കാര്യം ചാപ്ലിൻ ഇവിടെ ഈ സ്പിന്നിങ് വീലിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്നാണ്. അതുപോലെ ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം വെർ ഈഗർ ടു മീറ്റ് ഹിം in person. Celebrities had heard about Gandhiji. Celebrities were eager to meet Gandhiji in person. അപ്പോൾ ഇവിടെ ഓർഡർ ഓഫ് ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, ചാർലി ചാപ്ലിൻ ഹാഡ് ഹേർഡ് ഗാന്ധിജി സ്പിന്നിങ് വീൽ. ചാപ്ലിൻ ആസ്ക്ഡ് ഗാന്ധിജി വൈ ഹി വാസ് അഗെയിൻസ്റ്റ് മെഷീനറി. രണ്ടാമത്തെ സെൻറ്റൻസിൽ ആദ്യം നടന്ന കാര്യം എന്ന് പറയുന്നത് സെലിബ്രിറ്റീസ് ഹാഡ് ഹേർഡ് അബൌട്ട് ഗാന്ധിജി. സെലിബ്രിറ്റീസ് വെർ ഈഗർ ടു മീറ്റ് ഗാന്ധിജി ഇൻ പേഴ്സൺ. അപ്പോൾ സെൻറ്റൻസ് ഏർലിയർ പാസ്റ്റ്, ഇമ്മീഡിയറ്റ് പാസ്റ്റ്, അതായത് നേരത്തെ കഴിഞ്ഞ കാര്യം, ഫസ്റ്റ് കഴിഞ്ഞ കാര്യം നമ്മളിവിടെ ഏർലിയർ പാസ്റ്റ് എന്നുള്ള കോളത്തിലും, അതിനുശേഷം ഈ അടുത്ത് നടന്ന കാര്യം ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്നുള്ള കോളത്തിലും ഈ രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഹൗ ടു സ്പീക്ക് അബൌട്ട് 2 പാസ്റ്റ് ആക്ഷൻസ് ഇൻ ദ സെയിം സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഒരു സെൻറ്റൻസിൽ തന്നെ 2 പാസ്റ്റ് നടന്ന 2 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ്. അതിൽ ആദ്യം നടന്ന കാര്യം നമ്മൾ പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത്തെ കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ് എഴുതേണ്ടത്. When we speak about 2 past events in the same sentence, we use past perfect to refer to the event or action that happened earlier. അപ്പോൾ ആദ്യം നടന്ന കാര്യത്തിൻ്റെ കൂടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും, രണ്ടാമത് നടന്ന കാര്യത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ അടുത്ത് നടന്ന കാര്യത്തിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റുമാണ് ഉപയോഗിക്കുക. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 എന്നും, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് ടു ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആദ്യം നടന്ന കാര്യം ചാപ്ലിൻ ഹാഡ് ഹേർഡ് ഓഫ് ഗാന്ധിജി സ്പിന്നിങ് വീൽ. രണ്ടാമത് നടന്ന കാര്യം ചാപ്ലിൻ ആസ്ക്ഡ് വൈ ഗാന്ധിജി വാസ് അഗെയിൻസ്റ്റ് മെഷീനറി. അതുപോലെ രണ്ടാമത്തെ സെൻറ്റൻസിൽ ആദ്യം നടന്ന കാര്യം സെലിബ്രിറ്റീസ് ഹാഡ് ഹേർഡ് അബൌട്ട് ഗാന്ധിജി. അടുത്തത് സെലിബ്രിറ്റീസ് വെർ ഈഗർ ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന കാര്യം ഹാഡ് പ്ലസ് V3 ചേർത്തും, രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലും ആണ് എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സെൻറ്റൻസ് നോക്കാം, ഒരു പാരഗ്രാഫ് നോക്കാം. ഇതിൽ ചില കാര്യങ്ങൾ, ആദ്യം നടന്ന കാര്യങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റിലും അതിനുശേഷം നടന്ന കാര്യങ്ങൾ സിമ്പിൾ പാസ്റ്റിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ 2 സെക്ഷൻസ് ആക്കി ഇതിലെ പാസ്റ്റ് പെർഫെക്റ്റിൽ നടന്ന അല്ലെങ്കിൽ ഏർലിയർ പാസ്റ്റ് ആക്ഷൻസ് അത് വേർതിരിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അതിനെ വേർതിരിച്ച് എഴുതാം.
Dad had cooked breakfast. I had done all my homework. Mom had worked late the day before. My uncle had brought my little brother a toy car last week. She had kept some chocolates in the fridge. I had seen the chocolates before. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ പാസ്റ്റ് പെർഫെക്റ്റിലാണ്, അല്ലെങ്കിൽ ആദ്യം നടന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നടന്ന കാര്യങ്ങളാണ്. മോം വോക്ക് അപ്പ്, ഐ ജോയിൻ ഡാഡ് ഇൻ ദ കിച്ചൺ, മൈ ലിറ്റിൽ ബ്രദർ സാറ്റ് ഇൻ ദ കോർണർ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 7 സെൻറ്റൻസുകൾ. അതിൽ ആദ്യത്തത് പാസ്റ്റ് പെർഫെക്റ്റിലും ഈ സെൻറ്റൻസുകൾ സിമ്പിൾ പാസ്റ്റിലും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലാണ്, പിന്നെ അതിനുശേഷം നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ: രാവിലെ 5 മണി, മൈ അലാം വെന്റ് ഓഫ്. 5:35 I got out of bed and went for a morning jog. 7 a.m. returned home, took shower and had breakfast. 8 a.m. I packed my school bag and prepared for the day. 9:25 left home and headed to school. 9:30 the bell rang and I reached school just in time. 11 a.m. attended a math class and completed a quiz. 12:30 had lunch with my friends in the school cafeteria. 2 p.m. participated in a group project meeting for science class. 3:15 p.m. finished the school day and headed home. 5 p.m. completed my homework and studied for the next day's test. 6:30 went to the park to play basketball with my friends. 8 p.m. returned home, had dinner, spent some time with my family. 9:30 read a book, relaxed before bed. 10:30 went to bed and fell asleep. അപ്പോൾ ഒരാളുടെ ഒരു ദിവസത്തെ ദിനചര്യകൾ മൊത്തം ഇവിടെ തന്നിരിക്കുകയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ആ ഒരു പാരഗ്രാഫ് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഇൻഫർമേഷൻ ഒരാളിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സെൻറ്റൻസുകൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പ്രഷൻസ് സീക്കിംഗ് ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്ന ചില എക്സ്പ്രഷൻസ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Would you mind telling me? Could you let me know? I was wondering if you could inform me. Can you provide me with? Is it possible to find out? Do you happen to know? I would like to inquire about. Please let me know. Might I ask? I would appreciate it if you could tell me. ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എം ലോപ്പെ തൻ്റെ പബ്ലിഷറോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേപോലെ തയ്യാറാക്കുക. Could you please tell me? May I know? Would you mind telling me? I was wondering if you could. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. Is it possible? Do you happen to know? I would like to inquire. Please let me know. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ചെറിയ കുട്ടി ഇവിടെ വന്ന് ഈ പാർക്കിൽ വന്ന് എം ലോപ്പെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ സെൻറ്റൻസുകളാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഈസ് ദിസ് സീറ്റ് ടേക്കൺ? കുഡ് ഐ ജോയിൻ യു ഓൺ ദിസ് ബെഞ്ച്? ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ സിറ്റ് നെക്സ്റ്റ് ടു യു? മേ ഐ ടേക്ക് എ സീറ്റ് ഹിയർ? വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഡൗൺ ദർ? ഇങ്ങനെയുള്ള കുറേ എക്സ്പ്രഷൻസ്. അതുപോലെ പെർമിഷൻ ചോദിക്കുന്ന ചില സെൻറ്റൻസുകൾ നമുക്ക് എഴുതാം. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഈസ് ദിസ് സീറ്റ് ടേക്കൺ? കുഡ് ഐ ജോയിൻ യു ഓൺ ദിസ് ബെഞ്ച്? ഈസ് ഇറ്റ് ഓൾറെഡി ഓൾ റൈറ്റ് ഇഫ് ഐ സിറ്റ് നെക്സ്റ്റ് യു? ഇങ്ങനെ കുറേ എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ സമ്മതം നമ്മൾ പറയുന്ന അതിൻ്റെ മറുപടികൾ, ഇനി നമുക്ക് അതിന് സമ്മതം അല്ലെങ്കിൽ പറയേണ്ട സെൻറ്റൻസുകളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ 10 എണ്ണം പെർമിഷൻ കൊടുക്കുന്ന സെൻറ്റൻസുകളാണ്. Sure, go ahead. Of course you can. No problem at all. Certainly, feel free. Yes, that's perfectly fine. By all means, please do. ഇങ്ങനെ കുറേ എക്സ്പ്രഷൻസ്. ഇനി നമ്മളിത് ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഐ ആം സോറി ബട്ട് ഐ എം അഫ്രൈഡ് യു ക്യാൻ. അൺഫോർച്യുനേറ്റ്ലി ഐ ക്യാൻ അലോ ദാറ്റ്. ഐ എം സോറി ബട്ട് ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇങ്ങനെയുള്ള കുറേ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ സിറ്റുവേഷൻസ് നോക്കാം. റിക്വസ്റ്റ്: ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ജോയിൻ ദ കോൺവെർസേഷൻ? അപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ കഴിയുമോ? അപ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് എന്ത് പറയാം? ഷുവർ, ഗോ അഹെഡ്. മേ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? ഓഫ് കോഴ്സ് യു ക്യാൻ. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? നോ പ്രോബ്ലം അറ്റ് ഓൾ. ഇനി ഡിക്ലൈനിങ് ആണെങ്കിലോ? കുഡ് ഐ ജോയിൻ യു ഓൺ ദിസ് ബെഞ്ച്? ഐ എം സോറി ബട്ട് ഐ എം എക്സ്പെക്ടിങ് സംവൺ. മേ ഐ ടേക്ക് എ സീറ്റ് ഹിയർ? അൺഫോർച്യുനേറ്റ്ലി ഐ ക്യാൻ അലോ ദാറ്റ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഡൗൺ ദർ? ഐ എം അഫ്രൈഡ് ദാറ്റ്സ് നോട്ട് അലൗഡ്. ഇങ്ങനെ കുറച്ച് എക്സ്പ്രഷൻസും നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.